കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണോ. അപ്പോൾ ഇന്നലത്തെയും അതുപോലെ ഇന്നത്തെയും കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. കാലത്ത് നമ്മൾ ഗുരുവായൂർക്കൊന്ന് പോയി. ഗുരുവായൂർ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഉള്ളിലേക്കാണ്ട് കിടക്കാനായിട്ട് പറ്റിയില്ല. അത്രയ്ക്ക് തിരക്ക്, സ്വാമിമാരുടെ തിരക്കാണെങ്കിൽ അങ്ങനെ, ഞായറാഴ്ച തിരക്ക്, കല്യാണത്തിൻ്റെ തിരക്ക്, അതുപോലെ സാധാരണ തൊഴുന്ന ആൾക്കാരുടെയും തിരക്ക് കേട്ടോ. അപ്പം 1000 രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷെ അതും തിരക്കൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. നമ്മളങ്ങനെ കയറിയില്ല. ക്യൂ തെക്കേ നടയിൽ നിന്ന് പടിഞ്ഞാറേ നടയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും നിന്നിട്ടും ചെറിയ കുട്ടി നമ്മൾ ഇവനെയൊക്കെ കൊണ്ടിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് പിന്നെ കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ട് തൊഴുതിട്ട് പോന്നു. എങ്ങനെയൊക്കെ ആണെങ്കിലും ഗുരുഭവനപുരിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാല് കുത്താനായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതന്നെ വലിയൊരു ഭാഗ്യമല്ലേ അല്ലേ. മാത്രമല്ല, എൻ്റെ കണ്ണ, നിനക്കറിയാലോ, നിന്നെ കാണാനായിട്ട് ഞങ്ങൾ വന്നിട്ട് നീ അപ്പം നമുക്ക് കാണിക്കേണ്ട ഒരു ചുമതല നമ്മുടെ കണ്ണനും ഇല്ലേ. അപ്പോൾ കണ്ണൻ അത് കാണിക്കണില്ല. അല്ലെങ്കിൽ നമുക്ക് കൊടിമരത്തിൻ്റെ അവിടെ നിന്നിട്ടെങ്കിലും ആ വിളക്കൊന്ന് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. പിന്നെ ശിവേലി തുടങ്ങേണ്ട സമയമൊക്കെ ആയി. പിന്നെ ആകെ തിരക്കായി. 2-3 ആനയൊക്കെ കൊണ്ടുവന്നിട്ട് നിന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ വരൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കുകയാണ്. 2 ഗ്ലാസ് അരിപ്പൊടി വേണ്ട, 1 ഗ്ലാസ് അവിലും. ആ അവിൽ ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ കുതിർത്ത അവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം കേട്ടോ. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. പിന്നെ ഇനി നമുക്കതിലേക്ക് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി 1/2 ഗ്ലാസ് നാളികേരമാണ് കേട്ടോ. ചിരകിയ നാളികേരും അതിലേക്ക് ചേർത്തിട്ട് നല്ല മിനുസമായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് അവിൽ, അതുപോലെ തന്നെ 1/2 ഗ്ലാസ് നാളികേരം. എന്നിട്ട് 1 മണിക്കൂറാകുമ്പോഴത്തേക്കും മാവൊക്കെ അതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറാകുമ്പോഴത്തേക്കും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആ സമയം ഒരടുപ്പത്ത് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. വെള്ളയപ്പത്തിന് മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ ആ മുട്ടക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പൊടികളൊക്കെ ചേർത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെയാണ് കിട്ടിയത്. അപ്പോൾ വൈകിട്ട് നമ്മൾ അരയ്ക്കാൻ വിട്ടു പോയിച്ച് രാവിലെ നമ്മൾ റവാപ്പം ഗോതമ്പപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ വെള്ളയപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനെടുത്ത മുട്ട ഉണ്ടല്ലോ, അത് പൊട്ടിയുണ്ടായിരുന്നു. അപ്പോൾ നല്ല മുട്ടയൊക്കെ എല്ലാവർക്കും കൊടുത്തു. പൊട്ടിയത് ഞാനെടുത്തു കേട്ടോ. ചിലർക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടാവുമല്ലോ. തൃശ്ശൂർ ലിയോ ഗോൾഡൻ ഡയമണ്ട് എന്ന് പറഞ്ഞൊരു കടയുടെ 7ാം വാർഷികം, അതുപോലെ അവരുടെ തന്നെ ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 സമ്മാന കൂപ്പണും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സമ്മാനം കിട്ടുന്ന കൂപ്പണുകളാണ്. ഒന്ന് നറുക്കെടുപ്പിലൂടെയും ഒന്ന് നമ്മൾ ചെന്നാൽ നമുക്ക് സമ്മാനം തരുന്നത് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇതിൽ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അറിയുന്ന ഒരാൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അവർ ഇൻവിറ്റേഷൻ കാർഡും കാര്യങ്ങളൊക്കെ തന്നു. ചിലപ്പോൾ പറയും പോലെ ചെറിയ ഭാഗ്യം വെച്ചാൽ ചെറുത്, വലിയ ഭാഗ്യം വെച്ചാൽ വലുത്. അപ്പം നമ്മൾ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന സമ്മാന കൂപ്പണിന് ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു. അത് കിട്ടിയത് അവിടെ പഞ്ചവാദ്യം കൊട്ടാനായിട്ട് വന്ന ചെണ്ടമേളക്കാരനായിരുന്നു കേട്ടോ. അപ്പോൾ അയാളുടെ ഒരു ഭാഗ്യം. കുട്ടികൾക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ പിന്നെ എനിക്കും പോകാൻ പറ്റില്ല. കാരണം അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ അവരുടെ കയ്യിൽ കൂപ്പണൊക്കെ കൊടുത്തു വിട്ടു. കിട്ടുവെച്ചാൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അവർ പോകുമ്പോൾ അത് കൊണ്ടുപോയി കൂപ്പണുകൾ കിട്ടുക. അപ്പോൾ അവർക്ക് പോകാനായിട്ട് പറ്റിയ സമയം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ജ്വല്ലറിയിലേക്ക് കയറി. അപ്പോൾ ഇതിനായിട്ട് തൃശ്ശൂർക്ക് പോകുന്നില്ലല്ലോ, അവർ പോകുമ്പോൾ അത് കൊടുത്തു വിട്ടതല്ലേ. കിട്ടുവെച്ചാൽ കിട്ടട്ടെ എന്നേ. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ്, ഒരു ഗിഫ്റ്റ് എന്തായാലും ഉറപ്പാണല്ലോ. ബാക്കി നറുക്കെടുപ്പിൻ്റെ ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അങ്ങനെ കുട്ടികൾ പോയപ്പോൾ ഈ കാസറോളാണ് സമ്മാനമായിട്ട് കിട്ടിയത്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പാക്കിങ് ഇവിടെ വന്നപ്പോൾ അവരിവിടെ വന്നിട്ട് പൊട്ടിക്കട്ടെ വെച്ചു നീന. അപ്പോൾ ആ പൊട്ടിച്ചോളോ പറഞ്ഞു. കാണാലോ എന്തായാലും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാസറോളാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സമ്മാനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചവാദ്യത്തിന് വന്ന ആളുടെ ഒരു ഭാഗ്യമായി. പഞ്ചവാദ്യത്തിന് വരും ചെയ്തു, ഡയമണ്ട് നെക്ലേസും കിട്ടി. അപ്പോൾ കുട്ടികൾ ചെന്നപ്പോൾ ഈ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. ഇനാഗ്രേഷൻ്റെ ഈ ആൾക്കാരെയൊക്കെ ആദില, നൂറ, പിന്നെ അനീഷ്, ഇവരൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നതല്ലേ. പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു സമ്മാനം കിട്ടുക എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്, കോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഹോം ടൗണിൽ വന്ന് ഇങ്ങനൊരു ഗോൾഡ് ഇവിടേക്ക് വരാൻ പറ്റിയ സന്തോഷമുണ്ട്. കൂടുക
അതെ അതെ, ആതിരയുണ്ട്, നൂറയുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വരാൻ പറ്റിയത് സന്തോഷം. അപ്പം മോര് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ബിജുവിന് ഇടിച്ചക്ക ഇപ്പൊക്കെ ഇഷ്ടമാട്ടോ. പണ്ടൊന്നും അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കി, ചെമ്പല്ലി വറുത്തതും ഉണ്ടായിരുന്നു, പിന്നെ പട്ടത്തി മാന്തളും വറുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ പപ്പടം കാച്ചിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സീ യു.